ഹലോ ഗൈസ്, വോൾഫ് ഹിയർ. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റിനെ കുറിച്ചിട്ടായിരിക്കും പറയേണ്ടാവുക. ആൻഡ് നമ്മുടെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ട്രേഡിംഗ് സീരീസിലത്തെ ഫസ്റ്റത്തെ വീഡിയോ ആണ്. സോ എല്ലാവരും ഇത് കണ്ടിട്ട് യൂസ്ഫുൾ ആവാണ് ലൈക്ക് ആൻഡ് സബ് ചെയ്യുക. ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ DM കോൺടാക്ട് ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ് നമ്മുടെ കണ്ടന്റിലേക്ക് കിടക്കാം. ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ. സോ നിങ്ങൾ ഇവിടെ കാണുന്നതാണ് ഇതിൻ്റെ ഫൗണ്ടർ. ഓക്കെ, ഹിസ് മിസ്റ്റർ ഫിബൊനാച്ചി. ആൻഡ് ഇതാണ് നമ്മുടെ ഫിബൊനാച്ചി ടൂൾ. ആൻഡ് നമ്മുടെ ഫൗണ്ടർ, ഓക്കെ, നമ്മുടെ ഫൗണ്ടർ ആയിട്ടുള്ള ഫിബൊനാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ പുള്ളിയുടെ ഫുൾ നെയിം തന്നെ ലിയോണാർഡോ ബൊണാച്ചി എന്നാണ്. ആൻഡ് ഈ ഒരു പുള്ളി 1170 AD ജനിച്ചിട്ടുള്ളത്. അതായത് ഒരു മിഡിൽ ഏജ് എന്ന് പറയും ആ ഒരു ടൈമിന്. അപ്പോൾ ആ ഒരു ടൈമിൽ ജനിച്ച ഈ പുള്ളി ആ ഒരു ടൈമിൽ ലൈക്ക് ഉണ്ടായിരുന്ന വൺ ഓഫ് ദ മോസ്റ്റ് ഫേമസ് മാത്തമാറ്റീഷ്യനിലുള്ള ഒരാളാണ്. ഓക്കെ, ആൻഡ് പറയുകയാണെങ്കിൽ ഇയാൾ റിപ്പബ്ലിക് ഓഫ് പീറ്റ്സയിലാണ് ജനിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ നിന്നാണ് ഈ പുള്ളി ഏറ്റവും മോസ്റ്റ് ആയിട്ട് ഫേമസ് ആയിട്ടുള്ളത്. ആൻഡ് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഈ ഫിബൊനാച്ചി സീക്വൻസ് കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പോൾ അതൊക്കെ ഈ ഒരു പുള്ളിയുടെ പേരിൽ നെയിം ചെയ്തിട്ടുള്ള ഒരു സീക്വൻസ് ആണ്. ആൻഡ് ഹീസ് ദ വൺ ഹൂ ഫൗണ്ട് ദാറ്റ്. ആൻഡ് ഇതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് വേറൊരു മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ഈ ഒരു ഹിന്ദു അറബിക് ന്യൂമറൽ സിസ്റ്റം ഉണ്ട്. ഓക്കെ, അതായത് ഒരു ഇന്ത്യയും അറബ് കൺട്രീസായിട്ട് ഡെവലപ്പ് ചെയ്ത ന്യൂമറൽ സിസ്റ്റം. ഓക്കെ, ഈ ഒരു ന്യൂമറൽ സിസ്റ്റം ലൈക്ക് യൂറോപ്പിലൊക്കെ ഫേമസ് ആക്കിയതും ഇതൊന്നും അതിൻ്റെ ഒരു പേരും നോളേജൊക്കെ അങ്ങനെ പുഷ് ചെയ്ത് കൊണ്ടുപോയ ഒരാൾ ആക്ച്വലി ഈ ഫിബൊനാച്ചിയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ലൈക്ക് ആ ഒരു ഏരിയയിൽ പുള്ളി അത്യാവശ്യം ഫേമസ് ആയിട്ട് നിൽക്കുന്നത്. ആൻഡ് ഫിബൊനാച്ചിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫിബൊനാച്ചി സീക്വൻസും ആൻഡ് ഈ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂളാണ്. ഓക്കെ, ട്രേഡേഴ്സിന് ഇതും മാത്തമാറ്റീഷ്യൻസിന് ഇതാണ് ഏറ്റു വരുന്നത്. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആയിട്ട്. സോ പറഞ്ഞു വരുമ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിബൊനാച്ചി സീക്വൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്പെസിഫിക് സെറ്റ് ഓഫ് സീരീസ് ഓഫ് നമ്പേഴ്സ് ആണ്. ആൻഡ് ഈ നമ്പേഴ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ വരണ മിക്ക മേജർ നമ്പേഴ്സും അതിന് മുമ്പത്തെ രണ്ട് നമ്പർ ആഡ് ചെയ്ത് കിട്ടണ ആ ഒരു നമ്പർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 1 വരുന്നു. ആൻഡ് പിന്നെ വരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0യും 1 ആഡ് ചെയ്തിട്ടാണ് പിന്നത്തെ നമ്പർ വരുന്നത് 1 വരണത്. ആൻഡ് ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് വൺ. ഇവിടെ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും? 1ഉം 1 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ 2 കിട്ടും. ആൻഡ് നെക്സ്റ്റ് നമ്പർ എന്ന് പറഞ്ഞാൽ 3 എന്ന് പറയുമ്പോൾ 2ഉം 1ഉം ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് 3. ആൻഡ് 5 എന്ന് പറയുന്നത് 2 3 ആഡ് ചെയ്തത് 8, 3ഉം 5 ആഡ് ചെയ്ത് അങ്ങനെ 13 എന്ന് പറയുന്നത് 5 8 അങ്ങനെ അങ്ങനെ ഇത് ഇൻഫിനിറ്റിയിലേക്ക് സെറ്റ് പോയിക്കൊണ്ടിരിക്കും. ആൻഡ് സ്റ്റാർട്ടിങ് ഈ ഒരു സീക്വൻസിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, അതായത് പ്രീവിയസ് 2 നമ്പേഴ്സ് ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഇത് വരുന്നത്. ആൻഡ് ഇത് ശരിക്കും നമുക്ക് എങ്ങനെ ഉപയോഗം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറലി പറയുകയാണെങ്കിൽ ഈ നമ്മുടെ ലോകത്ത്, ഓക്കെ, മാത്തമാറ്റിക്കലിയും നേച്ചറിലെയും ഓരോ ഫിസിക്കൽ സ്ട്രക്ചറൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ലൈക്ക് ഈ ഒരു സ്ട്രക്ചറാണ് ലോകത്ത് ഫോളോ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഫേസ് ഷേപ്പിൻ്റെ കുറച്ച് സ്പെഷ്യാലിറ്റി മാത്തമാറ്റിക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഈ ഒരു ഷേപ്പ് ആൻഡ് ഈ ഒരു നമ്പേഴ്സിൻ്റെ ഒരു ഇതിലാണ് ലൈക്ക് ഓട്ടോമാറ്റിക്കലി അലൈൻ ചെയ്ത് വരുന്നത്. അതായത് ഒരു പെർഫെക്റ്റ് ഫേസിൻ്റെ അലൈനിങ് ഒക്കെ ഈ ഒരു നമ്പർ വെച്ചിട്ടാണ് മാത്തമാറ്റിക്കലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണത്. ഓക്കെ, സയന്റിഫിക്കലി പെർഫെക്റ്റ് ഫേസ് എന്നൊക്കെ പറയില്ലേ, അതൊക്കെ ഇതിൽ വരുന്നതാണ്. ഓക്കെ, സോ നമ്മുടെ ടൂൾ ഫിബൊനാച്ചി ടൂൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ടൂൾ പലരും പല കളറിലും പല നമ്പേഴ്സിലാണ് യൂസ് ചെയ്യുക. സോ നമുക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇനി സംസാരിക്കാം. കാര്യം ഇതാണല്ലോ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഇതാണ് എൻ്റെ ഫിബൊനാച്ചി ടൂൾ. നിങ്ങൾക്ക് ഇവിടെ 3 ബ്ലൂ ലൈൻ കാണാൻ പറ്റും. അതായത് 2 അടിയിലും ഒരെണ്ണം നടുവിലും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ റെഡും യെല്ലോയും ഒരു വൈറ്റ് ലൈനും. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ ക്ലീൻ ആയിട്ട് ഇരുന്ന് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1 കാണാൻ പറ്റും, 0.79 കാണാൻ പറ്റും, 0.705 കാണാൻ പറ്റും, അതുപോലെ തന്നെ 0.62 ആൻഡ് 0.5. പിന്നെ ഇവിടെ 0, അതായത് 0യും 1ഉം ഓൾറെഡി രണ്ട് സൈഡിലായിട്ടുണ്ടാവും. 0 1 പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന നമ്പേഴ്സാണ് ഈ ഒരു സാധനം. അതായത് 0.5 തൊട്ട് 0.62 0.705 0.79. ഇനി നിങ്ങൾക്ക് എൻ്റെ ഈ സെറ്റിങ്സ് കാണണമെങ്കിൽ ഞാൻ അത് എങ്ങനെ കാണിച്ചു തരാം. അതായത് നിങ്ങൾക്ക് ഡൗട്ട് കുറയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അതായത് ഇതാണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് നമ്പേഴ്സ് വന്നത്. ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ നോക്കി വെക്കേണ്ട നമ്പേഴ്സ് വന്ന് ഇതാണ്. ആൻഡ് പേഴ്സണലി പറയുകയാണെങ്കിൽ ഞാൻ ഈ ടൂൾ എൻ്റെ രീതിയിൽ ഞാൻ കുറച്ച് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ട്. അതായത് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് ഒബ്സർവേഷണലി ലൈക്ക് ബെറ്റർ എൻട്രീസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കസ്റ്റമൈസ് ചെയ്തിട്ടുള്ളത്. സോ നിങ്ങൾക്കിത് ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഇത് എങ്ങനെ യൂസ് ചെയ്യണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിത് സ്ക്രീൻഷോട്ട് എടുത്തിട്ടില്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങളുടെ സെറ്റിങ്സിലേക്ക് ഇത് മാറ്റുക. ഓക്കെ, ആൻഡ് ഇവിടെ ഈ പ്രൈസസ് കാണിച്ചാലാണ് നിങ്ങൾക്ക് അതിൻ്റെ കറക്റ്റ് വാല്യൂസ് കിട്ടുള്ളൂ. പിന്നെ ലെവൽസ് ഉണ്ടെങ്കിലാണ് ആ ഒരു ഫിബിൻ്റെ വാല്യൂ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ആൻഡ് എന്തുകൊണ്ട് ഞാനിവിടെ ഓരോരോ കളർ കൊടുത്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും 2 കോർണേഴ്സ് ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ ഒരു ഹൈ ആവാം, ലോ ആവാം, അല്ലെങ്കിൽ ലോ ആവാം, ഹൈ ആവാം, വാട്ടെവർ. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഈ 0.79ഉം 0.705 ആണ്. ഓക്കെ, ഇതൊക്കെ ഒരു സ്റ്റെബിലിറ്റി, ഒരു സ്ട്രക്ചറിൻ്റെ സ്റ്റെബിലിറ്റി പറയാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണ ഒരു
കേസസ് ആണ്. ബട്ട് ഏറ്റവും മോസ്റ്റ് എക്സ്ട്രീം ഒരു സപ്പോർട്ട് റേഞ്ച് അല്ലെങ്കിൽ ഒരു റെസിസ്റ്റൻസ് റേഞ്ച് ആക്ട് ചെയ്യുന്നത് എപ്പോഴും ഈ സോണാണ് വരിക. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചാർട്ട് ഇതാണ് നിങ്ങളുടെ റേഞ്ച് എന്ന് വിചാരിക്കാം. ഓക്കെ, ദിസ് ഈസ് യുവർ റേഞ്ച്. സോ പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞാൽ ലൈക്ക് ഇനി റിജക്ഷൻ വരാനുള്ള ചാൻസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സോണായിരിക്കും. അതായത് ഈ യെല്ലോ ഈ റെഡ് ഇതിൻ്റെ ഉള്ളിലായിരിക്കും എപ്പോഴും റിജക്ഷൻ വരിക. ആൻഡ് റിജക്ഷൻ വരുന്നില്ലെങ്കിൽ പ്രൈസ് ക്യാൻ ഗോ ഹയർ, അല്ലെങ്കിൽ പ്രൈസ് എന്താ ഡൗൺ പോകും. തിരിച്ച് നമ്മുടെ ഈ ഒരു റേഞ്ചിലേക്ക് തന്നെ പ്രൈസ് തിരിച്ചു വരും. ഓക്കെ, സിംപ്ലി പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആൻഡ് ഓപ്പോസിറ്റ് സൈഡിലേക്കും പറയുകയാണെങ്കിൽ ഇത് ഇങ്ങനെയാണ്. ഓക്കെ, ലോങ് ചെയ്യാനും ഷോർട്ട് ചെയ്യാനും ബേസിക്കലി ഇത് ഇങ്ങനെയാണ് യൂസ് ചെയ്യണത്. ആൻഡ് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ വാട്ട് വി നീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ടൂൾ ആദ്യം എടുത്ത് കളയാം. ഓക്കെ, നമുക്ക് ടൂൾ കളഞ്ഞിട്ട് നമുക്ക് വേണമെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യേണ്ട ഒരു സംഭവം, അതായത് ഈ ഹൈസും ലോസും ആണ് നിങ്ങൾ ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ഓക്കെ, അതിപ്പോൾ ഡൗൺവേർഡ് ട്രെൻഡ് ആയിരിക്കും, അപ്വേർഡ് ട്രെൻഡ് ആയിരിക്കും, വാട്ടെവർ. അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ലൈക്ക് നിങ്ങളുടെ ട്രെൻഡ് ആദ്യം അനലൈസ് ചെയ്യുക. ഡൗൺവേർഡ് ട്രെൻഡ് ആണോ അപ്വേർഡ് ട്രെൻഡ് ആണോ എന്നുള്ളത് നിങ്ങൾ അനലൈസ് ചെയ്യുക. ആൻഡ് ഫസ്റ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു നമുക്ക് അപ്വേർഡ് ട്രെൻഡ് എടുക്കാം. ഓക്കെ, ദിസ് ഈസ് യുവർ അപ്വേർഡ് ട്രെൻഡ്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ അപ്വേർഡ് ട്രെൻഡ്. ഓക്കെ, അപ്പോൾ ഇതെന്താ, ഇതൊരു ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഹയർ ലോ, പിന്നെ അടുത്ത ഹയർ ഹൈ. ഓക്കെ, അപ്പോൾ ഇവിടെയാണ് നിങ്ങൾ ആക്ച്വലി ഈ ടൂൾ യൂസ് ചെയ്യുക. അതായത് ഈ ഒരു റേഞ്ച്, അതായത് ഒരു ലോന്ന് അടുത്ത ഹൈക്കുള്ള ഡിസ്റ്റൻസ് ഇത് വെച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു റേഞ്ച് യൂസ് ചെയ്യുക. ഈ റേഞ്ചിലാണ് നിങ്ങൾ ഈ ഫിബ് യൂസ് ചെയ്യുക ടെക്നിക്കലി പറയുകയാണെങ്കിൽ. സോ എന്താ പറയുക, നിങ്ങൾ ഈ കണ്ട ഈ ഒരു ലോന്ന് ഈ ഒരു ഹൈക്ക് നിങ്ങൾ ഈ ടൂള് ഫസ്റ്റ് വെക്കുക. ഓക്കെ, ജസ്റ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് വെക്കുക. ഓക്കെ, വൺസ് യു പ്ലേസ് ദിസ് ടൂൾ, ഓക്കെ, അതായത് ഈ ലോന്ന് നിങ്ങൾ ഈ ഒരു ഹൈയിലേക്ക് ടൂൾ വെച്ചു. ആൻഡ് പ്രൈസ് ഇവിടെ ചെയ്യണത് നിങ്ങൾ കണ്ടോ. പ്രൈസ് ബേസിക്കലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലോന്ന് ഇവിടെ എത്തിക്കഴിഞ്ഞിട്ട് തിരിച്ച് ഡൗൺ വരും. ഓക്കെ, ഓബിയസ്ലി ഒരു ലോ ഉണ്ടാക്കണം, ഇത് ഒരു ഹയർ ഹൈ ആയതുകൊണ്ട് ഒരു ഹയർ ലോ ഉണ്ടാക്കണം. അപ്പോൾ ഈ ലോ പോണത് മോസ്റ്റ് ടൈമും ഒരു നല്ല സ്ട്രക്ചറലി പെർഫെക്റ്റ് ചാർട്ട് ആണെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്കായിരിക്കും പോകും. ഇൻ ബിറ്റ്വീൻ ദിസ് റേഞ്ച്, ഓക്കെ, ഈ 0.705 ഈ 0.79 ഇടയിലേക്കായിരിക്കും പോവുക. അപ്പോൾ ദിസ് ഈസ് വെർ യു വാണ്ട് ടു ടേക്ക് എൻ എൻട്രി. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു റേഞ്ചിൽ ബേസിക്കലി നിങ്ങൾ ലോങ് ചെയ്യുക. ആൻഡ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ടി പി വയ്ക്കാൻ പറ്റിയ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രീവിയസ് ഉണ്ടായിരുന്ന ആ ഒരു ഹൈ തന്നെ ടി പി വയ്ക്കാൻ പറ്റും. ആൻഡ് സെയിം ടൈം നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഈ ഒരു റെഡ് സോണിൽ, അതായത് ഈ ഒരു യെല്ലോ ടു റെഡ് സോണിനെയാണ് നമ്മൾ ഒ ടി ഇ എന്ന് പറയുന്നത്. ഓക്കെ, ഒ ടി ഇ ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി സോൺ. ഓക്കെ, അപ്പോൾ ഈ ഒ ടി സോണിൽ എത്തുമ്പോഴാണ് നമ്മൾ ശരിക്കും ട്രേഡ് ലോങ് ചെയ്യുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇവിടെ ലോങ്, ഇപ്പോൾ ഓപ്പോസിറ്റ് സിനാറിയോ ആണെങ്കിൽ നമ്മളിങ്ങനെ ഷോർട്ട് ചെയ്യും. ഓക്കെ, അതായത് ഇതൊരു ലോവർ ഹൈ, ലോവർ ലോ, ലോവർ ഹൈ, ലോവർ ലോ, ആ ഒരു കേസ്. ഓക്കെ, സോ പുൾ ബാക്ക് വരുമ്പോൾ എപ്പോഴും റേഞ്ചിൽ നിങ്ങൾ ചെയ്യുന്നത് ഈ ഒരു സംഭവമാണ്. ആൻഡ് ഇവിടെ എങ്ങനെ എൻട്രി വാലിഡ് ആക്കുക എന്നുള്ളതാണ് ഏറ്റവും നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എങ്ങനെ എൻട്രി വാലിഡ് ആക്കാൻ പറ്റും. ഓക്കെ, സോ വാട്ട് യു നീഡ് ഹിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നിങ്ങൾക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ്. ഓക്കെ, ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ട് റെസിസ്റ്റൻസ് വേണം. ഓക്കെ, സപ്പോർട്ട് റെസിസ്റ്റൻസ് ചിലർ ഓർഡർ ബ്ലോക്ക് എന്നൊക്കെ പറയും. ലൈക്ക് സിംപ്ലി പറയുന്നത് സപ്പോർട്ട് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ്. ഓക്കെ, ഈ ഒരു കേസിൽ നമുക്ക് വേണ്ടത് നമ്മുടെ സപ്പോർട്ട് അല്ലെങ്കിൽ ഡിമാൻഡ്, സപ്പോർട്ട് ആൻഡ് ഡിമാൻഡ് ആണ് നമുക്ക് ഈ ഒരു കേസിൽ വേണ്ടത്. ഓക്കെ, അല്ലെങ്കിൽ ഒരു എഫ് ഇ ജി. സോ അതിൽ ഇത് ഹോൾഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എൻ്റർ ചെയ്യാം. മീൻ വൈ നിങ്ങൾക്ക് എന്താ സ്റ്റോപ്പ് ലോസ് അതിൻ്റെ തൊട്ട് താഴെ തന്നെ വെക്കാം, അതായത് നമ്മുടെ റെഡ് സോണിൻ്റെ താഴെയായിട്ട് വെക്കാം. ഫോർ എക്സാമ്പിൾ ഞാനൊരു കേസ് കാണിച്ചു തരാം. ഓക്കെ, ഇതാണെന്ന് വിചാരിക്കും നിങ്ങളുടെ സോൺ. ഓക്കെ, ഇതാണ് നിങ്ങളുടെ എൻട്രി സോൺ. ഓക്കെ, സോ ബേസിക്കലി ഇവിടെ നിങ്ങൾക്ക് സപ്പോർട്ട് വരുന്നുണ്ട്, ഈ ഒരു റേഞ്ചിൽ സപ്പോർട്ട് വരുന്നുണ്ട്. സോ ബേസിക്കലി എന്ത് ചെയ്യും, പ്രൈസ് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇതിൽ കയറും. ഇത് കയറി കഴിഞ്ഞിട്ട് ഇവിടുന്ന് റിജക്റ്റ് ചെയ്യും. ആൻഡ് ഒരു എൽ ടി എഫ് ബൗൺസ് ഇവിടെ കിട്ടും. ദാറ്റ്സ് വെൻ യു എൻ്റർ. ഓക്കെ, എൻട്രി മോഡലാണ് പറയുന്നത്. നിങ്ങൾ ബേസിക്കലി ഈ ഒരു റെഡ് സോൺ, ഓക്കെ, അതായത് ഈ റെഡ് ലൈൻ്റെ അടിയിലാണ് നിങ്ങൾ സ്റ്റോപ്പ് ലോസ് വെക്കണം. ആൻഡ് നിങ്ങൾ ഇത് ഇങ്ങനെ എൻ്റർ ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് ആ ഒരു ഹൈ ആണ് പ്രീവിയസ് ഉണ്ടായിരുന്ന ഹൈയിലേക്ക് ടി പി വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു ഹൈ ആർ ട്രേഡ് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു എൻട്രി മോഡൽ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് കേസ് ആണെങ്കിൽ ഇതുപോലെ തന്നെ ആയിരിക്കും ഓപ്പോസിറ്റ് കേസ് വരിക. അതായത് നിങ്ങൾക്ക് ഒരു എഫ് ഇ ജി അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സപ്ലൈസ് ഓൺ വാട്ട് എവർ അത് ഉണ്ടാവും. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ എന്താ ചെയ്യുക, ഈ ഒരു റിജക്ഷൻ നോക്കുക. റിജക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രൈസ് ഒന്നുകൂടി ചിലപ്പോൾ ഈ റേഞ്ചിലേക്ക് വരും. ലോ ടൈം ഫ്രെയിമിലാണ് നോക്കേണ്ടത്, അതായത് 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്, 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റിലാണ് നിങ്ങളിവിടെ എൻട്രി കൺഫർമേഷൻ ചെയ്യുന്നത്. ഓക്കെ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ പ്രൈസ് എന്താ ചെയ്യും, പ്രൈസ് തിരിച്ച് താഴെ പോകും. ഓക്കെ, അപ്പോൾ ഈ ഒരു പിന്നെ സെക്കൻഡ് റിജക്ഷൻ കിട്ടിക്കഴിഞ്ഞിട്ട് ഡംപ് ചെയ്യണ നേരത്താണ് നിങ്ങൾ എൻട്രി ചെയ്യണത്. ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിലാണ് ഷോർട്ട്. ആൻഡ് സ്റ്റോപ്പ് ലോസ് എവിടെ നമ്മുടെ ഒ ടി സോണിൻ്റെ പുറത്തായിട്ട് വയ്ക്കുക സ്റ്റോപ്പ് ലോസ്. ആൻഡ് നിങ്ങൾ ഇവിടെ ഈ ഒരു ലോ ആണ് ടാർഗറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ലൊരു ആർ ട്രേഡ് കിട്ടും. സോ ബേസിക്കലി നമ്മൾ ഫിബ് യൂസ് ചെയ്യുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ്. ഓക്കെ, സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ സെയിം കേസ് തന്നെയാണ്.
ഇനിയിപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസ് ഇതിപ്പോൾ ഒരു ലോ ആയി ആൻഡ് ഇതൊരു ഹൈ ആയി. അപ്പോൾ നമ്മൾ ഈ ഒരു കേസിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഇതുപോലെ തന്നെ എന്താ ഫിബ് താഴേന്ന് മോളിലേക്ക് എടുക്കും. ആൻഡ് നോക്കിക്കഴിഞ്ഞാൽ പ്രൈസ് ഇതുപോലെ ഈ ഒരു ഒപ്റ്റിമൽ സോണിലേക്ക് വരും. ഇവിടെ നിന്ന് നിങ്ങൾ അടുത്ത ലോങ് ഇടുക. ദിസ് ഈസ് ഹൗ യു യൂസ് എ ഫിബ്. ഓക്കെ. ഇൻ കേസ് നിങ്ങളുടെ ഈ ഒരു ഒപ്റ്റിമൽ ട്രേഡ് എൻട്രി സോൺ ഫെയിൽ ആയി കഴിഞ്ഞാൽ ഒരു ചെറിയ പോയിന്റിന് വരെ ഇതിൻ്റെ അടിയിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഇത് പിന്നെ സപ്പോർട്ട് ആണ് വിചാരിച്ചിട്ട് ലോങ്ങിൽ നിൽക്കരുത്. ഓക്കെ. ഇഫ് ദി സോൺ ഫെയിൽസ് പ്രൈസ് ഇസ് ഗോയിങ് ടു ഡംപ്. ഓക്കെ. ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനാണെങ്കിൽ പറയുകയാണെങ്കിൽ പ്രൈസ് ഇവിടെ പമ്പ് ചെയ്ത് വരികയാണ്. ഇവിടെ ഒ ടി ഉണ്ട്. ഒ ടിയുടെ ഒരു തുണ്ട് മുകളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ ഷോർട്ട് ചെയ്യാൻ നിൽക്കരുത്. ഓക്കെ. കാര്യം ലൈക്ക് കൂടുതൽ വലിയ എൻട്രി കിട്ടും എന്നൊക്കെ വിചാരിച്ച് കഴിഞ്ഞിട്ട് ലേറ്റ് ആയിട്ട് ഷോർട്ട് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ പ്രൈസ് പമ്പ് ചെയ്യും. നിങ്ങളുടെ എസ് എൽ അടിക്കും. ഓക്കെ. എസ് എൽ വെച്ചിട്ടുണ്ടെങ്കിൽ ലിക്വിഡേഷനും. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് നിങ്ങളുടെ ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ യൂസ് ചെയ്യാം. ആൻഡ് നിങ്ങൾക്ക് ആൾട്ടൊക്കെ ട്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഫിബിൻ്റെ വാല്യൂസ് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ. പ്രീവിയസ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് വെച്ചിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഫിബിൻ്റെ വാല്യൂസ് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ട് കസ്റ്റമൈസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എൻ്റെ അടുത്ത് DM ചോദിച്ചാൽ മതി. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ബേസിക്കലി ഈ ഫിബ് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മാത്രമേ പറയാനുള്ളൂ. ആൻഡ് എപ്പോഴും നിങ്ങൾക്കൊരു വലിയൊരു BTC ക്രാഷ് വരാമെന്ന് നോക്കി. ഓക്കെ. വലിയൊരു BTC ക്രാഷ് വരികയാണെങ്കിൽ എപ്പോഴും ഞാൻ കണ്ടിട്ടുള്ള ഒരു സംഭവമാണ്, ഒരു വലിയൊരു പമ്പ് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവും. ഓക്കെ. അതായത് ഈ ഒരു ലോന്ന് എപ്പോഴും ഒരു വലിയൊരു ഹയർ ഹൈ ഉണ്ട്. ഒരു 10% മൂവ്മെൻറ്റ് ഉണ്ടാവും. സോ ഇപ്പോൾ ഈ ഒരു 10% മൂവ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഇവിടുത്തെ എന്താ ഈ ഒരു ലോവർ ലോ, ലോവർ ഹൈ ആൻഡ് പ്രൈസ് അടുത്ത ലോവർ ലോ ഉണ്ടാക്കാൻ വരും. ആൻഡ് ഈ സംഭവം എപ്പോഴും ഒ ടിയിൽ എപ്പോഴും വർക്ക് ചെയ്യും. എവരി സിംഗിൾ ടൈം. ഓക്കെ. ഇത് ഞാൻ പറയുന്നത് പറഞ്ഞാൽ ഒരു ബോണസ് ആയിട്ട് പറയുന്ന ഒരു കേസാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു BTCയുടെ ചാർട്ട് കാണണമെങ്കിൽ ഐ വിൽ ജസ്റ്റ് ഷെയർ എ സെറ്റപ്പ് വിത്ത് യു. ഓക്കെ. നിങ്ങൾക്ക് പാസ്റ്റ് ഡാറ്റ വെച്ചിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഇഫ് യു ലുക്ക് അറ്റ് ദിസ്. ഓക്കെ. ലുക്ക് അറ്റ് ദിസ്. നമുക്ക് വേണമെങ്കിൽ ഒരു ന്യൂ BTCയുടെ ചാർട്ട് എടുക്കാം. ന്യൂ BTCയുടെ ചാർട്ട് എടുത്തിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. ഓക്കെ. നമ്മൾ സ്പോട്ട് ക്രിപ്റ്റോ BTCയുടെ ചാർട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ. സോ ഈ ഒരു ഭാഗത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് വലിയൊരു ക്രാഷിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ പ്രൈസ് ഈ ഒരു ക്രാഷിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതാണ് നിങ്ങളുടെ ഒരു വലിയൊരു ലോവർ ലോ. ഓക്കെ. എന്ന് നമ്മൾ ബേസിക്കലി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിബ് ഇവിടെ യൂസ് ചെയ്യാം. ഓക്കെ. ഈ ഫിബ് നമ്മൾ ഈ ലോന്ന് ഈ ഒരു ഹൈയിലേക്ക് യൂസ് ചെയ്യാം. ഓക്കെ. ഇത് കണ്ടല്ലോ, ഈ ഒരു ലോയിൽ കുത്തി ഈ ഒരു ഹൈയിലേക്ക് ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ ബേസിക്കലി ഇവിടെ നോക്കുകയാണെങ്കിൽ ഫെബ്രുവരി 5-ാം തീയതിക്ക് പ്രൈസ്, ഫെബ്രുവരി 6-ാം തീയതിയുടെ പ്രൈസ് ഡംപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തന്നെ ഒരു വലിയ ബൗൺസ് ഉണ്ടാവുകയാണ്. ആൻഡ് പ്രൈസ് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ചോപ്പ് ചെയ്തു. ഓക്കെ. ചോപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫോർ എക്സാമ്പിൾ ഈ ഒരു കേസിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഇത് നിങ്ങൾ പ്രൈസ് നോക്കുകയാണെങ്കിൽ ഇത് നിങ്ങളുടെ ഒരു വലിയ ഡിമാൻഡ് സോണാണ്. ഓക്കെ. ഇപ്പോൾ ചാർട്ട് 4 ഹവറിലാണ് കിടക്കണം, 4 ഹവർ ടൈം ഫ്രെയിമിലാണ് കിടക്കണം. ഇതൊരു വലിയ ഡിമാൻഡ് സോണാണ് ടെക്നിക്കലി. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ എത്ര എഫിഷ്യൻ്റ് ആയിട്ടാണ് ഇത് വരണതെന്ന് മനസ്സിലായോ? ഇത് നിങ്ങൾക്ക് ലോ ടൈം ഫ്രെയിമിലും വർക്ക് ചെയ്യും കേട്ടോ. ഓക്കെ. സ്മോൾ ട്രെൻഡിലാണെങ്കിൽ പോലും വർക്ക് ചെയ്യും. ഇതൊരു വലിയ ട്രെൻഡാണ് ഓബിയസ്ലി. ബട്ട് ലൈക്ക് നിങ്ങൾ ഈ ഒരു ഫോർ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു SL നിങ്ങളുടെ ഒ ടിയുടെ പുറത്ത് വയ്ക്കണം. ഓക്കെ. ഞാൻ പറഞ്ഞ പോലെ ഒ ടിയുടെ പുറത്ത് വയ്ക്കണം. ആൻഡ് നമ്മൾ സിംപ്ലി ഈ ഒരു ഹൈ ടാർഗറ്റ് ചെയ്യണം. ഓക്കെ. അതായത് 1.2%-ന്റെ സ്റ്റോപ്പ് ലോസ് ആണ് കിടക്കുന്നത്. ആൻഡ് നിങ്ങളുടെ ടാർഗറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഹൈ ആണ്. ഓക്കെ. അതായത് ഈ ഒരു ഹൈ, ഇത് ലോ, ഇത് ഹൈ. അപ്പോൾ നമ്മൾ ഈ ഒരു ഒ ടി എൻട്രി എടുത്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ ബേസിക്കലി ഹോൾഡ് ചെയ്യാണ്. ഇഫ് യു ലുക്ക് അറ്റ് ദിസ് ഇസ് എ 12 RR ട്രേഡ്. ഓക്കെ. 12 RR ട്രേഡും ആണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് 9200 പോയിന്റിന്റെ BTC മൂവ്മെന്റ് വരുന്നുണ്ട്. അതായത് 14% BTC മൂവ്മെന്റ് ഉണ്ട് ഒറ്റൊരു സിംഗിൾ ട്രേഡിൽ. ഓക്കെ. ഹെവിലി എഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ ഒരു ട്രേഡ് വർക്ക് ആയിട്ടുള്ളത്. ആൻഡ് നിങ്ങൾക്ക് ഇവിടെ ശരിക്കും പറഞ്ഞാൽ റിസ്ക് വളരെ കുറവാണ്. നല്ലൊരു RR കിട്ടും. നല്ല റിട്ടേൺസ് ഉള്ള ട്രേഡാണ്. സോ നിങ്ങൾക്ക് ഈ ഫിബിനെ കുറിച്ച് ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നെ DM ചെയ്യാം. ഓക്കെ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് വേണമെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ തന്നെ ചോദിക്കാം. സോ ബേസിക്കലി ഫിബ് യൂസ് ചെയ്യണതിൻ്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കാണിച്ചിട്ടുള്ളൂ. ബട്ട് ലൈക്ക് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് പ്രതീക്ഷിക്കണം. ഇനി നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് എന്തെങ്കിലും വേണമെങ്കിൽ നിങ്ങൾ ചോദിക്കുക. ഏതെങ്കിലും സ്പെസിഫിക് ടൂൾ യൂസ് ചെയ്യുന്നതിനെ കുറിച്ച് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് വീഡിയോ ആക്കിയിട്ട് ചെയ്യാം. ഓക്കെ. അപ്പോൾ ശരി.